വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈനിൽ വെക്കേഷൻ ക്ലാസ്സസ് ഏപ്രിൽ 1 സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. ഈ വരുന്ന ഏപ്രിൽ 1 കിഡ്സ് ഏരിയ ഓൺലൈനിന്റെ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുകയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ്. സൂമിൽ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും കിട്ടുന്ന രീതിയിലാണ് വെക്കേഷൻ ക്ലാസ്സസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ വർഷം കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുവാണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകിക്കൊണ്ടേയിരിക്കുവാണ്. അവർക്ക് നെക്സ്റ്റ് ഇയറിലും 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ട്യൂഷൻ ഉണ്ടാകും. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൂമിൽ ലൈവായിട്ട് ട്യൂഷൻ ഉണ്ടാകും. വെക്കേഷൻ ക്ലാസ്സസിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളാണെങ്കിൽ ലെറ്റേഴ്സിന്റെ ക്ലാസ് നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെറ്റേഴ്സ് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ചില കുട്ടികൾക്ക് എഴുതാനും കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കായിട്ട് ഈ വെക്കേഷന് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുട്ടികൾ വായിക്കുവാനും സ്പെല്ലിംഗ് മനസ്സിലാക്കി അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുവാനും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കുട്ടികൾ എക്സാം ഒക്കെ എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഇതൊക്കെ ഈ അവധിക്കാല ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർ മാർച്ച് 15 മുതൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മാർച്ച് 15 മുതലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സൂമിൽ ലൈവായിട്ടാണ് കേട്ടോ ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ്സസും ഉണ്ട്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. ഓക്കെ, 1-ാം ക്ലാസ്സിൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഈസി ആയിരുന്നോ? ഇന്റഗ്രേഷൻ ഡേ 3 എക്സാം യെസ് ഈസി ആയിരുന്നു അല്ലേ? പ്രവർത്തനം 10 എന്തായിരുന്നു? വായിക്കാം, പാടാം, എഴുതാം. ഇവിടെ പൂവിനെ കുറിച്ച് ചെറിയൊരു പാട്ട് നൽകിയിട്ടുണ്ട്. പല നിറത്തിൽ ടിയ ടിയ, പല മണത്തിൽ ടിയ ടിയ, വണ്ടിന്റെ കൂട്ടുകാർ ടിയ ടിയ, ചെടിയിൽ വിരിയുന്നു ടിയ ടിയ. പൂവിനെ കുറിച്ചാ പറയുന്നേ. പല നിറത്തിലുണ്ട്, പല മണത്തിലുണ്ട്, വണ്ടിന്റെ കൂട്ടുകാരാണ് പൂക്കൾ, ചെടിയിൽ വിരിയുന്നതാണ് പൂക്കൾ എന്ന് പറയുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൂമ്പാറ്റയെ കുറിച്ച് എഴുതൂ. പൂമ്പാറ്റയെ കുറിച്ച് എഴുതൂ. ഇതുപോലെ പൂമ്പാറ്റയെ കുറിച്ച് എഴുതാലോ. പല നിറത്തിലുണ്ട്, പല വർണ്ണങ്ങളിലുണ്ട്, പൂക്കൾ തേടി ആഹാരം, പൂക്കളിൽ തേൻ നുകരുന്നു. ഇതൊക്കെ ചേർത്ത് എഴുതിക്കൂടെ? പാറിപ്പറക്കുന്ന പൂമ്പാറ്റയല്ലേ? ഇതൊക്കെ ചേർത്ത് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ എന്ത് ചെയ്തും നിങ്ങൾക്ക് അറിയാവുന്ന ഇഷ്ടമുള്ള പൂമ്പാറ്റയെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം എന്താണ്? പിക്ചേഴ്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് എത്രയുണ്ടെന്ന് എഴുതണം. ഈസി അല്ലേ? എത്ര പൂക്കൾ ഉണ്ടായിരുന്നു നിങ്ങൾ കൗണ്ട് ചെയ്തപ്പോൾ? ബട്ടർഫ്ലൈസ് എത്രയുണ്ടായിരുന്നു? സ്റ്റാർസ് എത്രയുണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ടീച്ചർ ആൻസർ പറയാട്ടോ. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്നപ്പോൾ അറിയാലോ. ടീച്ചർ കൗണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എല്ലാവരും കൗണ്ട് ചെയ്തില്ലേ? യെസ്. ഇപ്പൊ ബട്ടർഫ്ലൈസ് എത്രയുണ്ടായിരുന്നു? 7 ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഫ്ലവേഴ്സ് എത്രയുണ്ടായിരുന്നു? 12 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. സ്റ്റാർസ് എത്രയുണ്ടായിരുന്നു? 9 സ്റ്റാർസ് ഉണ്ടായിരുന്നു. എഴുതിയില്ലേ? യെസ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് ദ നമ്പർ ഓഫ് പിക്ചേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. 7 ആണ് ആദ്യം വരിക, 9 ആണ് അടുത്ത് വരിക, 12 ആണ് അടുത്ത് വരിക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. എല്ലാവരും എഴുതിയല്ലോ? ഇതിൽ നിന്ന് അടുത്ത ചോദ്യം എന്തായിരുന്നു? ഹൗ മെനി ഫ്ലവേഴ്സ് ആർ മോർ ദാൻ ദ സ്റ്റാർസ്? സ്റ്റാർസിനെക്കാളും എത്ര ഫ്ലവേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നു? സ്റ്റാർസ് എത്രയാണുള്ളത്? 9 ആണ് അല്ലേ? സ്റ്റാർസ് 9 ആണ്. ഫ്ലവേഴ്സ് എത്ര ഉണ്ടായിരുന്നു? 12. സ്റ്റാർസിനെക്കാളും എത്ര കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു? 12 - 9 എത്രയാണ്? 3 ആണ് ആൻസർ. 12ൽ നിന്ന് 9 കുറച്ചു, അപ്പോൾ എത്ര കിട്ടി? 3. അപ്പൊ 3 ആണ് സ്റ്റാർസിനേക്കാൾ ഫ്ലവേഴ്സ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാവോ? ലുക്ക് അറ്റ് ദ പിക്ചർ ഡ്രോൺ ബൈ ഫഹദ്. ഫഹദ് വരച്ച ചിത്രമാണ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ഓർഡർ ആൻഡ് കംപ്ലീറ്റ്. ഈ ഓർഡറിൽ എന്ത് ചെയ്യുക? ഒരു ഓർഡർ നൽകിയിട്ടുണ്ട്. അതേ ഓർഡറിൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. 12 കഴിഞ്ഞാൽ 13 എഴുതിയിട്ടില്ല, 14 എഴുതിയിട്ടുണ്ട്. 14 കഴിഞ്ഞ് 15 എഴുതിയിട്ടില്ല, 16 എഴുതിയിട്ടുണ്ട്. 16 കഴിഞ്ഞ് 17 എഴുതണ്ട, 18 എഴുതുക. 18 കഴിഞ്ഞ് 19 എഴുതണ്ട, 20 എഴുതുക. 20 കഴിഞ്ഞ് 21 എഴുതണ്ട, 22 എഴുതുക. 22 കഴിഞ്ഞ് 23 എഴുതണ്ട, 24 എഴുതുക.
നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എഴുതിയില്ലേ എല്ലാവരും? യെസ്, പാറ്റേൺ എല്ലാവർക്കും കറക്റ്റ് ആയിരുന്നു അല്ലേ? അടുത്ത ചോദ്യം എന്താ? ഇഴയൻ പുഴു. ഇതൊരു ഇഴയൻ പുഴുവാണ്. കാറ്റർപില്ലർ, പകുതി വെച്ച കാറ്റർപില്ലർ. അതുപോലെ പകുതി വെച്ച ഒത്തിരി ചിത്രങ്ങളുണ്ട്. തേനീച്ച, പശു, ചിലന്തി, മുയൽ, അട്ട, പഴുതാര, പാമ്പ്, ഒച്ച്, നായ, ഉറുമ്പ്, തവള, ഞണ്ട്. ഇതിൽ നിന്നും എങ്ങനെ എഴുതേണ്ടേ? കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ. ആദ്യം കാലില്ലാത്തവ ഇതിൽ ഏതൊക്കെയാണ്? കാലില്ലാത്തവർ ആരൊക്കെയായിരുന്നു? പാമ്പ്, ഒച്ച്, കാലില്ലാത്തവർ. എഴുതിയല്ലോ. അടുത്ത ചോദ്യം 4 കാലുള്ളവർ. 4 കാലുള്ളവർ ഇതിൽ ആരൊക്കെയാ? 4 കാലുള്ളവർ പശുവിന് 4 കാലാണ്, മുയലിന് 4 കാലാണ്, നായിക്ക് 4 കാലാണ്. ഇനി ആരാ ഉള്ളേ? ഒരാൾ കൂടിയുണ്ട്, തവള. തവളയ്ക്ക് എത്ര കാലുണ്ട്? 4 കാലുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം 6 കാലുള്ള ജീവികൾ. 6 കാലുള്ള ജീവികൾ ആരൊക്കെയാ? ഉറുമ്പിന് 6 കാലുണ്ട് കേട്ടോ. ഉറുമ്പിന് 6 കാലുണ്ട്. വേറെ ആരാ ഉള്ളേ? ഉറുമ്പ് പോയാൽ തേനീച്ച. തേനീച്ചക്ക് എത്ര കാലുകളാ? 6 കാലുകളാണ്. തേനീച്ചയ്ക്ക് 6 കാലുകളാണ്. ഇനി കൂടുതൽ കാലുള്ളവർ ആരൊക്കെയാണ്? ഒത്തിരി കാലുള്ളവർ ആരൊക്കെയാണ്? ഒത്തിരി കാലുള്ളവർ ആരൊക്കെയാ? ഒത്തിരി കാലുള്ളവർ ഇവിടെയുണ്ട് ഒരാൾ, 8 കാലി, അട്ട, പഴുതാര. ഇനിയും ഒരാളുണ്ട്, ആരാ? ഞണ്ട്. ഞണ്ടിനും കൂടുതൽ കാലുകളുണ്ട് അല്ലെ? ഞണ്ടും ഒത്തിരി കാലുള്ളവയിൽ വരുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം എന്തായിരുന്നു? പകുതി വരച്ച ജീവി ഏത് ഇനത്തിൽ പെടും? പകുതി വരച്ച ഇഴയൻ പുഴു ഏത് ഇനത്തിൽ പെടും? നിറയെ കാലുകളുണ്ട്, അപ്പോൾ ഏത് ഇനത്തിൽ പെടും? ഒത്തിരി കാലുള്ളവ. ഇവിടെ എന്തെഴുതണം? ഒത്തിരി കാലുള്ളവ. ഏതിനത്തിലാ പെടുക? ഒത്തിരി കാലുള്ളവയിലാണ് അത് വരിക. ഇഴയൻ പുഴു വരിക. ഒത്തിരി കാലുള്ളവ എന്ന ഗ്രൂപ്പിലാണ്, ആ പട്ടികയിലാണ് ആര് വരിക? ഇഴയൻ പുഴു വരിക. എഴുതിയല്ലോ. അടുത്ത ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ. അഭിനവിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അഭിനവിനെ കണ്ടോ? ഇത് അഭിനവിന്റെ ബർത്ത്ഡേ ആണ്. അഭിനവ് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തു. ചെറിയ സ്വീറ്റ്സ് ആയതുകൊണ്ട് കൂടുതൽ സ്വീറ്റ്സ് കിട്ടി. ചെറിയ സ്വീറ്റ്സ് ആണെങ്കിൽ നമുക്ക് കൈ നീട്ടുമ്പോൾ ഒത്തിരി സ്വീറ്റ്സ് നമ്മുടെ കയ്യിൽ വീഴത്തില്ലേ? അതുപോലെ ചെറിയ സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതായി കൂട്ടുകാർക്ക് ഒത്തിരി സ്വീറ്റ്സ് കിട്ടി. കൂട്ടുകാർ ആരൊക്കെയാ? ഋതികയുണ്ട്, മിനിക്കുട്ടിയുണ്ട്, ആമിന, രാജി, സുമേഷ്. ഓരോരുത്തർക്കും കിട്ടിയ സ്വീറ്റ്സ് എത്രയാണെന്ന് നോക്കിയേ. നമ്മുടെ ഋതികയ്ക്ക് 15 സ്വീറ്റ്സ് കിട്ടി, മിനിക്കുട്ടിക്ക് 20, ആമിനയ്ക്ക് 25, രാജിക്ക് 15, സുമേഷിന് 10. അതിൽ അവിടെ വെച്ച് തന്നെ അവർ എന്ത് ചെയ്തു? കുറച്ച് സ്വീറ്റ്സ് കഴിച്ചു. ഋതിക 15 സ്വീറ്റ്സ് കിട്ടിയതിൽ 5 സ്വീറ്റ്സ് കഴിച്ചു. ബാക്കി എത്ര സ്വീറ്റ്സ്? നമ്പർ ഓഫ് സ്വീറ്റ്സ് ടേക്കൺ ഹോം. എത്ര സ്വീറ്റ്സ് വീട്ടിൽ കൊണ്ടുപോയി? എങ്ങനെ എഴുതണം? 15 മൈനസ് 5 ഈക്വൽ ടു 10. എഴുതിയല്ലോ. മിനിക്കുട്ടി 20 സ്വീറ്റ്സ് കിട്ടി. എത്ര സ്വീറ്റ്സ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് എഴുതാം. ഇപ്പൊ 10ഓ 15ഓ എന്ത് വേണം എഴുതാം കേട്ടോ. അപ്പൊ 10 സ്വീറ്റ്സ് കഴിച്ചു. എന്നാൽ എത്ര വീട്ടിൽ കൊണ്ടുപോയി? 20 മൈനസ് 10 ഈക്വൽ ടു 10. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം കേട്ടോ. ആമിന 25 സ്വീറ്റ്സ് കിട്ടി, 14 കഴിച്ചു. ബാക്കി എത്ര സ്വീറ്റ്സ് ഉണ്ട്? 11. രാജിക്കോ 15 സ്വീറ്റ്സ് കിട്ടി, 9 സ്വീറ്റ്സ് കഴിച്ചു. എത്ര സ്വീറ്റ്സിന് ബാക്കിയുണ്ട്? 6. സുമേഷ് 10 സ്വീറ്റ്സ് കിട്ടി, 10 സ്വീറ്റ്സും കഴിച്ചു. ബാക്കി എത്രയുണ്ട്? 0. ഓക്കെ, മനസ്സിലായോ? എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ശരി ഉത്തരമല്ലേ എല്ലാവർക്കും? യെസ്. ഓക്കെ, അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നല്ലോ? എല്ലാവരും എല്ലാ ആൻസേഴ്സും എഴുതിയല്ലോ? ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.